എമ്പുരാൻ സിനിമയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് ചില വലിയ വലിയ പ്രൊഫൈലുകളൊക്കെ അല്ലയോ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ, സിനിമയായി കാണൂ സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കാൻ ഞാൻ കണ്ടുപിടിക്കുകയാണ്. ഈ മലയാളികളുടെ ഒരു ഇരട്ടത്താപ്പുണ്ട്, അത് ഞാൻ പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ എന്നെ വിലയിരുത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു സീൻ പോലും കട്ട് ചെയ്ത് കളയണം എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ഞാൻ നോക്കുന്നിട്ട് കുറേ BJP-കാരൊക്കെ ഇരുന്ന് വലിയ രീതിയിൽ ബഹളം വെക്കുന്നുണ്ട്. ഒരു ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു BJP-കാരൻ പബ്ലിക്കായിട്ട് നിന്നിട്ട് പൃഥ്വിരാജിൻ്റെ ഭാര്യയൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്. എന്തൊരു വിവരക്കേടാണ് ഇവർ കാണിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ ബാക്കി വെച്ചുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ എമ്പുരാൻ സിനിമ ഫസ്റ്റ് ഡേ പോയി കണ്ട ഒരാളാണ്. ഫസ്റ്റ് ഡേ എനിക്ക് മോഹൻലാലിൻ്റെ വരുമ്പോൾ തിയേറ്ററിൽ കാണാൻ ഇഷ്ടമാണ്. നമ്മൾ എമ്പുരാൻ ഒരു പടം കാണാൻ പോയതാണ്. ഞാൻ എൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. എമ്പുരാൻ സിനിമയിലെ ആദ്യത്തെ ഒരു 20 മിനിറ്റ് ഉണ്ട്. അതാണ് ഇവിടുത്തെ വിവാദം. ഗുജറാത്ത് കലാപം കാണിച്ച ഇവിടെ എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. അത് കട്ട് ചെയ്ത് കളയേണ്ട ഒരു കാര്യമില്ല. അത് കാണിക്കേണ്ടത് തന്നെയാണ്. കലാപം നടന്നിട്ടുള്ള നാട് തന്നെയാണ് ഗുജറാത്ത്. അപ്പോൾ ഇത് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബഹളം നടക്കുന്നുണ്ട്. അതിനൊന്നും നമ്മൾ പിന്തുണയ്ക്കുന്ന പോലില്ല. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമെടുത്ത് ഒരു സിനിമയിൽ യൂസ് ചെയ്യാൻ അതിനോട് നീതി പുലർത്തേണ്ടതായിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ട്രെയിൻ കത്തിയത് എന്ന് പച്ചയ്ക്ക് കാണിക്കാൻ കഴിയണം. ഹിന്ദു വർഗീയവാദികളെ കാണിക്കുന്നതിനോടൊപ്പം മുസ്ലിം വർഗീയവാദികളെ കാണിക്കണം. അവർ കത്തിച്ചതാണെന്ന് പറയാൻ സംവിധായകന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പ്രതികളൊക്കെ കോടതി ശിക്ഷിച്ച് ജയിലിൽ കിടപ്പുണ്ട്. അതിനകത്ത് പറയാനുള്ള തൻ്റെ ഇടം നമ്മൾ കാണിച്ചാൽ തീരുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ ടീമൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഭയങ്കര ഇരട്ടത്താപ്പാണ്. ചില പ്രൊഫൈലൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വന്നൊരു കേസാണ്. ചില വല്ലാത്ത പഹയന്മാരൊക്കെ ഇന്ന് ഞാൻ നോക്കുന്നിടത്ത് എമ്പുരാൻ്റെ ഒരു പിക്കൊക്കെ വെച്ചിട്ട് ഇരുന്ന് ഡയലോഗ് അടിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇത് കേരളമാണ്, മണ്ണാങ്കട്ടയാണ്. ഇവരുടെയൊക്കെ പ്രൊഫൈലിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ KS ചിത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. KS ചിത്ര കൃത്യം 1 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ അവരുടെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തു. അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്ന നേരത്ത് കോടതിയുടെ വിധിക്ക് ശേഷം പണി കഴിഞ്ഞ ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലേക്ക് പോയ ഒരു വിശ്വാസിക്ക് ഓരോരുത്തൻ്റെയും അനുവാദം ഒന്നും വേണ്ട, ആർക്കും പോവാം. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് KS ചിത്ര പബ്ലിക്കായിട്ട് എത്ര ആൾക്കാർ തെറി വിളിച്ചെന്നറിയോ? കമൻറ്റ് ബോക്സ് വന്ന് ചില ആൾക്കാർ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് KS ചിത്ര. വേറൊരു പാട്ടുകാരൻ KS ചിത്രയ്ക്കെതിരെ ഒരു പോസ്റ്റ് ഇടുന്നു. എന്തിന്? KS ചിത്ര അമ്പലത്തിൽ പോകുന്ന കാര്യം പറയുന്നതിന് ഇയാൾക്ക് പൊള്ളേണ്ട കാര്യം എന്താ? അപ്പം ഇങ്ങനെ പൊള്ളിഞ്ഞ ടീമുള്ള നാട്ടിലാണ് നമ്മളൊക്കെ KS ചിത്ര വിശ്വാസിയാണ്. അവർ അമ്പലത്തിൽ പോകുന്നു, അയോധ്യയിൽ പോകുന്നു. ഇവിടെ ആർക്കും എത്ര ചൊറിച്ചിൽ? അന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അങ്ങനെ ചൊറിഞ്ഞ ടീമൊക്കെ ഇരുന്ന് ഇവിടെ ഇരുന്നിട്ട് അല്ലയോ ആവിഷ്കാര സ്വാതന്ത്ര്യമേ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ട് നോക്കട്ടെ, കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ നമുക്ക് കോമഡി തോന്നും. ഈ കേരളത്തിൽ നിന്ന് കുറേ ടീം വന്നിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ പൊട്ടിത്തെറിയാം. അങ്ങനെയുള്ള നാട്ടിൽ ഇരുന്നുകൊണ്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ ക്ലാസ് വലിയ രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി ശോഭന നിങ്ങൾക്കറിയാമല്ലോ. ശോഭന നമ്മുടെ നടിയും നർത്തകയായിട്ടുള്ള ശോഭന ഈ അടുത്ത സമയത്ത് പ്രൈം മിനിസ്റ്ററിൻ്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. പെട്ടെന്ന് എന്തു ബഹളമായിരുന്നു കേരളത്തിൽ. ശോഭന അൺഫോളോ ചെയ്ത് കളയാൻ പോകുന്നു. പിന്നെ ചില വല്ലാത്ത പഹയന്മാർ ശോഭനയ്ക്കെതിരെ ട്രോൾ എഴുതി വിടും. ആ പഹയനൊക്കെ ഇന്ന് ഞാൻ നോക്കാൻ നേരത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യമേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അട്ടിക്കുന്ന ഡയലോഗ് കേട്ട് തന്നെ നമുക്ക് തന്നെ നാണം തോന്നുന്ന അവസ്ഥ. അന്ന് ഇങ്ങനെയൊക്കെ ചൊറിഞ്ഞ് പൊട്ടിയിരുന്ന ടീം ഇന്ന് ഞാൻ നോക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം. ശോഭന പ്രൈം മിനിസ്റ്ററിനോട് നിന്നപ്പം പുള്ളിക്കാരനൊക്കെ ചൊറിച്ചില്ലായിരുന്നു. ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം. എന്നെ കണ്ട ശോഭനെ പോലെ ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ടീം നടക്കുന്നുണ്ടായിരുന്നു. ഈ ടീമൊക്കെ ശോഭന പ്രൈം മിനിസ്റ്ററെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു ബഹളമായിരുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൻ്റെ പേര് എന്തൊരു ബഹളമായിരുന്നു ആ ടീമൊക്കെ. എന്നെ കണ്ട ശോഭനെ പോലെ ഇരിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന ഒരു ടീമുണ്ടായിരുന്നു കേരളത്തിൽ. ചില അറക്കൽ ചേച്ചിമാരൊക്കെ ശോഭനയൊക്കെ അൺഫോളോ ചെയ്ത് കഴിഞ്ഞു. ശോഭന അത് കേട്ട് പേടിച്ച് തല കറങ്ങി വീഴുകയും ചെയ്തു. അങ്ങനെ ബഹളം നടന്നൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കെതിരാണെന്നുണ്ടെങ്കിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല. നമ്മൾ കയറി ചീത്ത വിളിച്ച് മെഴുകി ഇല്ലാതാക്കിക്കളയും. നമുക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഈ നാട്ടിൽ TP ചന്ദ്രശേഖരൻ ഞാനെന്താ കണ്ടത്, റിപ്പോർട്ടർ TVക്കകത്ത് ഞാനൊരു വീഡിയോ കണ്ടത്. ഈ TP ചന്ദ്രശേഖരൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന ആളാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന നാട്ടിലെ TP ചന്ദ്രശേഖരൻ എന്തിനെ പറ്റി എന്ന് അറിയാത്ത മലയാളികൾ ആരുമില്ലല്ലോ. അവരൊക്കെ വന്നിട്ട് ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ TPയെ പറ്റിയ ഒരു സിനിമ, ആ സിനിമയ്ക്ക് എന്ത് പറ്റിയെന്ന്, അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് സംവിധായകനെ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കിട്ടോ, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കിവിട്ട നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ടിക്കറ്റ് കയറി കൊടുക്കാത്ത തൊഴിലാളി വർഗ ആൾക്കാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സിനിമയ്ക്ക് അപ്രഖ്യാപിത വിലക്കേർപ്പെടുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അതുമായി നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേട്ട് വെക്കണം. പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട്, TP51 സംവിധായകൻ. അമ്മാതിരി നാട്ടിലിരുന്നിട്ടാണ് നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ പറയുന്നത്. ഭയങ്കര രസമാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ശോഭന നമുക്കറിയാം, നർത്തകി എന്നുള്ള രീതിയിൽ രാജ്യത്തിന് നൽകിയ സംഭാവന എന്താണെന്നറിയാം. ആ ശോഭനയ്ക്ക് പത്മ അവാർഡ് കിട്ടി. അപ്പോൾ എന്തൊരു
ചൊറിച്ചിലായിരുന്നു മലയാളികൾക്ക്, ഇവിടെ എന്തു ബഹളമായിരുന്നു മലയാളികൾക്ക്. അപ്പോൾ ആർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. ഇടത് പിന്നെ ചില പ്രൊഫൈലുകളിലൊക്കെ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, പുള്ളി ഒരു ഭയങ്കര അന്തംകമ്മിയാണ്. സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മനുഷ്യൻ. ഈ മനുഷ്യന് ബോധം ഉണ്ടോയെന്ന് ഒരു സംശയം. എന്തൊക്കെയാണെന്നറിയാമോ ശോഭനെ പറ്റി എഴുതിയിട്ട് ഞാൻ തന്നെ വായിച്ചിട്ട് എനിക്ക് നാണം തോന്നുക പുള്ളിക്കാരൻ എഴുതി വെച്ചത്. എനിക്കറിയാവുന്ന ഒരാളാണ്, നേരിട്ടറിയാവുന്ന ഒരാൾ. പുള്ളിക്കാരനൊക്കെ വേറെ കേസ്. എന്നിട്ട് ഇപ്പം പുള്ളിക്കാരൻ നോക്കുന്ന നേരത്ത് ഞാൻ ആ പുള്ളിക്കാരൻ്റെ പ്രൊഫൈൽ കയറി നോക്കാൻ നേരത്തുണ്ടല്ലോ എമ്പുരാനെ പറ്റിയൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മാതിരി ആൾക്കാർ ജീവിച്ചിരിക്കുന്ന നാട്ടിലിരുന്നുകൊണ്ടാണ് നമ്മൾ വലിയ ഡയലോഗ് അടിക്കുന്നത്. ചില അറക്കൽ ചേച്ചിമാരും എന്നെ കണ്ടാൽ ശോഭനെ പോലെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പ്രൈം മിനിസ്റ്റർ സുരേഷ് ഗോപിയുടെ മോളെ കല്യാണത്തിന് വന്നെന്ന് പറഞ്ഞു ഇവിടെ എന്തൊരു ചൊറിച്ചിലായിരുന്നു. ആലോചിച്ച് നോക്കി, എന്തു ബഹളമായിരുന്നു ഇവിടെ, എന്തു ബഹളമായിരുന്നു. ശോഭനയുടെ കാര്യത്തിൽ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ചിത്രം അവരുടെ വിശ്വാസം, അവരുടെ സ്വാതന്ത്ര്യമാണ് ഭരണഘടന നൽകുന്നത്. അതിനകത്ത് ആൾക്കാർക്ക് ചൊറിയേണ്ട കാര്യം എന്താ? രാമക്ഷേത്രത്തിൽ പോകുന്ന അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അവകാശം. നിങ്ങളാരെ ഇടപെടാൻ? നിങ്ങളെന്തിനാ പൊട്ടിത്തെറിക്കുന്ന കമൻറ്റ് ബോക്സിൽ പോയിട്ട്? നിങ്ങളെന്തിനാ ഈ ചിത്രയൊക്കെ വിളിച്ച് തെറിക്ക് ചെറുതൊക്കെ വായിക്കണം നിങ്ങൾ. എന്നെല്ലാം തെറി വിളിച്ചെന്നറിയും ഇവിടെ കുറച്ച് ആൾക്കാർ. എന്തിന്? അമ്പലത്തിൽ പോയാനാ, രാമക്ഷേത്രത്തിൽ പോയത്. കോടതി വിധി പറഞ്ഞു ഇവിടെ ഓപ്പൺ ആയി കൊടുത്ത അമ്പലം, ആർക്കും പോവാം, വിശ്വാസികൾക്ക് ആർക്കും പോവാം. ആരെ തടയാൻ? നിങ്ങൾ ആരെ തടയാൻ? ഇമാതിരി കുറേ ടീം ചില ഞാനൊന്ന് കണ്ടെന്ന് ഇമാതിരി കുറേ ടീം. ഞാൻ നേരത്തെ ഈ വിഷയത്തിൽ എടുത്ത് ട്രോള് ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ചില ആൾക്കാരെ എനിക്ക് നന്നായിട്ട് അറിയാറ്. ഇവരൊക്കെയാണെന്നൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമേ എന്നൊക്കെ വാഴയ്ക്ക ഇമാതിരി ഇരട്ടത്താപന്മാരാണ് നമുക്ക് ചുറ്റുപാടുള്ളത്. വലിയ വലിയ കുറേ പ്രൊഫൈലും ഉണ്ട്, കുറേ ഇരട്ടത്താപന്മാരും ഉണ്ട്, കള്ളന്മാരും. ഒരു സിനിമയിലും നടന്നൊരു സംഭവം എടുത്തിട്ട് ഒരു വിഷയം എടുത്ത് ചെയ്യാൻ നേരത്തെ അതിനോട് നീതി പുലർത്തി ചെയ്യണം. അത് ഏത് സിനിമയാണെന്നുണ്ടെങ്കിലും നീതി പുലർത്തി വേണം ചെയ്യാൻ. അത് ആ ട്രെയിനകത്ത് വെന്തുരുക്കി മരിച്ചതും മനുഷ്യനാണ്. അതെന്താ കാരണമെന്ന് പറയാതെ ഒരു സിനിമ എടുത്ത് വെക്കാൻ നേരത്ത് ചോദ്യം വരും എന്നും പറഞ്ഞുകൊണ്ട് ഈ BJP-ക്കാർ ഇപ്പം കാണിക്കുന്നോട്ട് വിവരക്കേട് കാണിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ചോദ്യം വരും, അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സിനിമ നിരോധിക്കണമെന്നും കട്ട് ചെയ്ത് കളയണമെന്നും പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ആർക്കുമില്ല. സിനിമയായിട്ടും കണ്ടാവുക. പക്ഷേ ഇത് പറയാനുള്ള ഒരു അന്തസ് എല്ലാവർക്കും ഉണ്ടോ? ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളെ തന്നെ. നിങ്ങൾക്ക് ഇത് പറയാനുള്ള അന്തസ്സുണ്ടോ? എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്യട്ടോ.